ഉദുമ ഗ്രാമപഞ്ചായത്തിലെ LDF പ്രസിഡന്റ് PV രാജേന്ദ്രനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസം പാസായി. 23-അംഗ ഭരണസമിതിയിലെ വോട്ടെടുപ്പിൽ 11-നെതിരെ 12 വോട്ടുകൾ നേടിയാണ് UDF വിജയിച്ചത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കഴിഞ്ഞ ഡിസംബർ 27-ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന N ചന്ദ്രന്റെ വോട്ട് അസാധുവായതിനെ തുടർന്ന് 11 വീതം വോട്ടുകളാണ് ഇരു മുന്നണികൾക്കും ലഭിച്ചത്. ഇതേ തുടർന്ന് നടത്തിയ നറുക്കെടുപ്പിൽ LDFിലെ PV രാജേന്ദ്രൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഇതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോഴാണ് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ UDFിലെ സിയാസ് കാപ്പിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് 45 മിനിറ്റോളം നീണ്ടുനിന്ന ചർച്ചയ്ക്ക് ശേഷം നടത്തിയ വോട്ടെടുപ്പിൽ UDF നൽകിയ പ്രമേയം പാസ്സാവുകയായിരുന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KC അജിത, അസിസ്റ്റന്റ് സെക്രട്ടറി VV ശശി, PM സുരേന്ദ്രനാഥ്, SK ശാലിനി, T പരമേശ്വരൻ എന്നിവർ വോട്ടെടുപ്പ് നിയന്ത്രിച്ചു. അടുത്ത പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും വരെ വൈസ് പ്രസിഡന്റായ ഫൗസിയ അബ്ദുല്ലക്കായിരിക്കും പ്രസിഡന്റിന്റെ ചുമതല. ന്യൂസ് ബ്യൂറോ, ഉദുമ.